ഇനി നമുക്ക് നല്ലൊരു മട്ടൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഈസി ആയിട്ട് കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക, കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു സവാള അരിഞ്ഞതും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 5-6 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ടാകും. പിന്നെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്കിതുപോലെ തുറക്കാം. അപ്പോൾ നല്ല അടിപൊളി മട്ടൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.